ബി.ജെ.പിയിൽ ചേർന്നത് തീവ്രവാദികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷിച്ചത് ആർ.എസ്.എസും ബി.ജെ.പിയും ആയതുകൊണ്ടാണെന്ന് പി.സി. ജോർജ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് സംബന്ധിച്ച വിവാദം ചിലർ തെറ്റിദ്ധരിപ്പിച്ചതുമൂലം ഉണ്ടായതാണ്. താൻ ആർക്കെങ്കിലും പണം കൊടുത്ത് വോട്ട് മേടിച്ചെന്ന് തെളിയിച്ചാൽ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണെന്നും പി.സി. ജോർജ് വ്യക്തമാക്കി. ഒരാൾക്കെങ്കിലും ഞാൻ രൂപ കൊടുക്കുകയോ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായിട്ട് തെളിവ് തരാൻ വേണ്ടി ആത്മഹത്യ ഞാൻ ചെയ്തിട്ടില്ല. ആ തീവ്രവാദം എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും പ്രവർത്തനം എന്നെ രക്ഷിച്ചത്. ഇത് ഞാൻ കൊലയിട്ടുപോയി. അപ്പൊ ആ എന്നെ സംരക്ഷിച്ചതിനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ വിജയിപ്പിച്ചത്. മിഥുൻ മുരളിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി ചേരുന്നത്. മിഥുൻ, എന്തായാലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ആ ശൈലി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. തീവ്രവാദികളിൽ നിന്ന് തങ്ങളെ രക്ഷിച്ചത് ആർ.എസ്.എസും ബി.ജെ.പിയുമാണെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ആരിശ്രീ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ വെറുതെയാണ്. അത് തന്നെ ക്ഷതാവധം ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് പറയുകയാണ് പി.സി. ജോർജ്. ഒപ്പം തന്നെ ബി.ജെ.പിയിൽ താൻ ചേർന്നത് തീവ്രവാദികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷിച്ചത് ആർ.എസ്.എസും ബി.ജെ.പിയുമാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനിക്കൊപ്പം ഉള്ളത് ബി.ജെ.പി മാത്രമാണ്. അതുകൊണ്ട് പാർട്ടിയോടൊപ്പം തന്നെ അണിനിരക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ള കാര്യം പ്രതികരിക്കുകയാണ് പി.സി. ജോർജ്. അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, തന്നെ ആക്രമിക്കുന്നതിനുള്ള പദ്ധതികൾ പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് തീവ്രവാദ കോണുകളിൽ നിന്നൊക്കെയാണ് അത്തരത്തിലുള്ള ഗൂഢ നീക്കങ്ങൾ ഉണ്ടായത്. ആ സമയത്ത് സംരക്ഷണം ഒരുക്കിയത് ആർ.എസ്.എസും ബി.ജെ.പിയുമാണ്. അതുകൊണ്ടാണ് താൻ ബി.ജെ.പിയിൽ ചേർന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ഇന്ന് ഉണ്ടായിരിക്കുന്ന അനാവശ്യമായിട്ട് സംഭവിച്ചിരിക്കുന്ന ചില വിവാദങ്ങളാണ് തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബി.ജെ.പിയിൽ താൻ തുടരുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് മറുപടി നൽകുകയായിരുന്നു പി.സി. ജോർജ്. അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ, പൂഞ്ഞാറിൽ ഇലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും തനിക്ക് അറിയില്ല. തന്റെ പ്രസംഗത്തിന് ശേഷം, ഇപ്പോൾ വിവാദമായിരിക്കുന്ന ആ ഒരു പ്രസംഗത്തിന് ശേഷം പാർട്ടി നേതൃത്വം തന്നെ കണക്ക് കാണിച്ചിട്ടുണ്ട്. 100 രൂപ ചെലവാക്കിയത് പോലും കൃത്യമായി എഴുതി വെച്ചിട്ടാണ് പ്രവർത്തന ഫണ്ട് നടത്തിയത്, തെരഞ്ഞെടുപ്പിന് പണം ചെലവഴിച്ചത്. തനിക്ക് ആരും പണം തന്നിട്ടില്ല, താൻ എന്തെങ്കിലും വിധത്തിൽ താൻ പണം മേടിച്ചു എന്ന് തെളിയിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പി.സി. ജോർജ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഈ സജി എന്ന് പറയുന്ന തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച ആൾ മാന്യനാണ്. ഈ എരിപേരി ഉണ്ടായ പറഞ്ഞ ചില കാര്യങ്ങൾക്ക്, പരാമർശങ്ങൾക്ക് താൻ ക്ഷമ ചോദിക്കുകയാണ് എന്നൊക്കെയുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ തന്നെ ഇന്നുണ്ടായിരിക്കുന്ന ചില സംഭവങ്ങൾക്ക്, ചില വിവാദങ്ങൾക്ക് പ്രതികരണമായി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ബി.ജെ.പിയിൽ താൻ തുടരുന്നത് എന്തുകൊണ്ടാണ്, ബി.ജെ.പിയുടെ ഭാഗമായത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനും കൃത്യമായി തന്നെ മറുപടി നൽകുകയാണ്. നേരത്തെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ, ചില കോണുകളിൽ നിന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായതൊക്കെ ഓർമ്മിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് തീവ്രവാദികൾ ആക്രമണം തനിക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബി.ജെ.പിയും ആർ.എസ്.എസും തന്നെ സഹായിക്കാൻ എത്തിയത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു തവണ കൂടി ഓർമ്മിപ്പിച്ചത്. ആര്യ, വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.